ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫമ്മ റോഡ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് സ്നേക്ക് ബൈറ്റിനെ പറ്റിയാണ്. പാമ്പ് കടിച്ചാൽ, നമ്മൾ വിഷമുള്ള പാമ്പൊക്കെ കടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അപ്പോൾ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം ഒത്തിരി പാമ്പുണ്ട്, ലോകത്ത് ഒത്തിരി പാമ്പുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് വിഷമുള്ള പാമ്പ്, കൂടുതലും വിഷമില്ലാത്ത പാമ്പാണ്. അതിൽ മെയിനായിട്ട് വിഷമുള്ള പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ഒന്ന് മൂർക്കനെന്നോ അണലിയെന്നോ ഒക്കെ നമ്മൾ പറയും. മെയിനായിട്ട് പറയുന്നതാണ് മൂർക്കനും അണലിയും. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷമുള്ള പാമ്പെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഈ കടൽപ്പാമ്പ് വിഷമുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോബ്രാസ് എന്ന് വെച്ചാൽ മൂർഖൻ. അപ്പം മൂർഖൻ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ വിഷം എവിടെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോബ്രാസ് എന്ന് പറഞ്ഞാൽ മൂർഖൻ. അപ്പോൾ ദേ ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഇലാപ്പിഡെ, സ്പെല്ലിങ് ELAPIDAE. ദേ ആർ ടെറസ്ട്രിയൽ സ്നേക് ഹാവിങ് ഷോർട്ട് ഫംഗസ്. ചെറിയ ടീത്ത് അല്ലെങ്കിൽ ചെറിയ കൊമ്പുകളാണ് ഇതിനുള്ളത്. അതേപോലെ ഇതിൻ്റെ വിഷം എവിടെയാണ് ബാധിക്കുന്നത് വെച്ചാൽ ന്യൂറോടോക്സിക് ആണ്, നാഡികളെയാണ് അത് ബാധിക്കുന്നത്. നെക്സ്റ്റ് വൈപ്പേഴ്സ് അഥവാ അണലി. അത് ഏത് ഫാമിലിയിൽപ്പെട്ടതാണ്? വൈപ്പിരിഡെ ഫാമിലിയിൽപ്പെട്ടതാണ്. അതിൻ്റെ സ്പെല്ലിങ് VIPERIDAE. അതിൻ്റെ സ്നേക്കിൻ്റെ ഫംഗസ്, അതിൻ്റെ പല്ലുകൾ എങ്ങനത്തെയാണ്? പല്ലുകൾ അഥവാ കൊമ്പുകൾ എന്ന് വെച്ചാൽ ലോങ് ഇരട്ടയിലായിട്ടുള്ള ഫംഗസാണ്. അതേപോലെ ഫഞ്ചസാണ്. അതേപോലെ ഫഞ്ചസാണ്. അതേപോലെ വൈപ്പേഴ്സ് ക്യാൻ ബി, ഈ അണലി 2 തരത്തിലുണ്ട്. ഏതൊക്കെ? റൂസിൽസ് വൈപ്പറും ഉണ്ട്, അതേപോലെ കാർപ്പറ്റ് വൈപ്പേഴ്സും ഉണ്ട്. ഇത് എവിടെയാണ് ബാധിക്കുന്നത് വെച്ചാൽ വസ്കുലോ ടോക്സിക് ആണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ കടൽ പാമ്പ് ഏത് ഫാമിലിയിൽ പെട്ടെന്ന് നമുക്ക് നോക്കാം. അത് ഹൈഡ്രോഫിഡെ ഫാമിലിയിൽ പെട്ടതാണ്. അതേപോലെ അതിന് ഒരു ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഫ്ലാറ്റൻഡ് ടെയിലാണ്. അതേപോലെ ചെറിയ രീതിയിലുള്ള അഥവാ കൊമ്പാണ്. അത് എവിടെയാണ് ബാധിക്കുന്നത് വെച്ചാൽ മയോടോക്സിക് ആണ്. അതിൻ്റെ വീനം എവിടെയാണ് ബാധിക്കുന്നത്? മയോടോക്സിക് ആണ് ടോക്സിക് ഓൺ മസിൽസിലാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. ഈ ഓരോരോ സ്നേക്സും ഫസ്റ്റ് നമുക്ക് മൂർഖൻ കടിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലൊക്കെ വരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൂർഖൻ കഴിച്ചാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാകും. അതേപോലെ സ്ലീപ്പി, ഭയങ്കര ഉറക്കപ്പിച്ച് പോലെ ഇരിക്കും. അതായത് ഭയങ്കര സ്ലീപ്പി, ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന പോലെ ആവും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും. ലെഗ്സൊക്കെ പെട്ടെന്ന് ലെഗ്സൊക്കെ ഇങ്ങനെ തളർന്നു പോകും. ഫസ്റ്റ് ഇങ്ങനെ കുഴഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാല് തളർന്നു പോകുന്ന പോലെ ആകും. അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള സലൈവേഷൻ, ഇങ്ങനെ വായിൽ നിന്ന് നമുക്ക് പാമ്പ് കടിച്ച് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്, ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ നൊരയും പതയൊക്കെ ഒഴുകുന്നത്. അതേപോലെ സലൈവേഷൻ ഉണ്ടാവും, നൊരയും പതയൊക്കെ ഒഴുകും. അതേപോലെ തന്നെ വൊമിറ്റിങ്, ഛർദ്ദിക്കാനൊക്കെ തോന്നും. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള സ്വെല്ലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ നീര് പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും മുകളിലേക്ക്. അതേപോലെ തന്നെ ഇത് മൂർഖനൊക്കെ കടിച്ചാൽ ഒരു 30 to 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡാകുക. അതേപോലെ ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തിനൊക്കെ ഇത് ബാധിക്കുകയൊക്കെ ചെയ്യുവേ. അതേപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പാമ്പ് കടിച്ചാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാവും ഫാരൻസൊക്കെ കുഴഞ്ഞൊക്കെ പോകും, തളർന്നൊക്കെ പോകും. അപ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ് ആൻഡ് സ്പീച്ച്. നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനോ അതേപോലെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അതേപോലെ തന്നെ അങ്ങനെ പോകും, കോമ ഉണ്ടാകും. കോമ എന്താണെന്നറിയാമല്ലോ? കോമയിലേക്ക് പോകും. ആൻഡ് ഫൈനലി റെസ്പിറേഷൻ സിസ്റ്റംസ് ആണ് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. റെസ്പിറേഷൻ ഇല്ലാതായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഹാർട്ടിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ആയാൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്.
അപ്പോൾ അങ്ങനെയാണ് ഈ മൂർഖം കടിച്ചാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം നമുക്ക് ഇത് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലാസ്റ്റ് പൊതുവായിട്ട് പറയാവേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അണലി കടിച്ചാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അണലി കടിച്ചിട്ടുണ്ടെങ്കിൽ, അണലി അഥവാ വൈപ്പർ കടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ കടിച്ച സ്ഥലത്ത് വീർക്കും, അതേപോലെ തന്നെ നല്ല പെയിൻഫുള്ളും ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വയറ്റിൽ, അബ്ഡോമണിൽ വയറ്റിൽ ഭയങ്കര വേദനയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഛർദ്ദിലുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ പ്യൂപ്പിളൊക്കെ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യും. പ്യൂപ്പിളിൻ്റെ സൈസ് നോർമലാണല്ലോ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ, അത് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് സൈസ് കൂടും പെട്ടെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ചിലത് കണ്ടിട്ടില്ല, നമ്മുടെ കൃഷ്ണമണിയൊക്കെ ഇങ്ങനെ തള്ളി വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി വരും. ഇങ്ങനെ പ്യൂപ്പിളിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൈസ് കൂടി വരും. അതേപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധമൊക്കെ ഇല്ലാതാവും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കൂടും. അതേപോലെ ബ്ലീഡിങ് ഉണ്ടാകും. എവിടെയൊക്കെയാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്? നമ്മുടെ ഗമ്മിലും നമ്മുടെ മോണയിലും, റെക്ടം അറിയാമല്ലോ എവിടെയാണെന്ന്, റെക്ടത്തിലും. അതേപോലെ തന്നെ എവിടെയാണോ കടിച്ചത് അവിടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. ഞാനിത് ഓൾറെഡി പറഞ്ഞത് വാസ്കുലർ ടോക്സിക് ആണല്ലേ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിട്ടാണിത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഓൾ ബോഡി ബിക്കം എഡിമ. ബോഡി മുഴുവനും എന്താ പറ്റുന്നത്? ബോഡി മുഴുവനും നീര് വരും. അതേപോലെ തന്നെ പറ്റും? അങ്ങനെ ഷോക്കുണ്ടായി, ഹെമറേജായി ആൾ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. ഇപ്പം അണലി വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കടൽപ്പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ, കടൽപ്പാമ്പ് കടിച്ചാൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഞാൻ പറഞ്ഞല്ലോ. മൂർഖൻ കടിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ സിമിലർ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് തന്നെയാണ് ഉണ്ടാകുന്നത്. കൂടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മയാൾജിയ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, സ്നേക്സ് എവിടെയാണ് ബാധിക്കുന്നത്? മയോടോക്സിക്കാണ്, മസിൽസിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേറെ സിംറ്റംസ്? മയാൾജിയ എന്ന് വെച്ചാൽ പേശിയിൽ വേദന. പേശിയിൽ വേദന ഉണ്ടാകും. അതുപോലെ തന്നെ മയോഗ്ലോബിനൂറിയ ഉണ്ടാകും. അതായത് ദർ ഈസ് ടു മച്ച് ഓർ എക്സസ് ഓഫ് ഗ്ലോബുലിൻ ഇൻ യൂറിനിൽ ഒത്തിരി യൂറിനിൽ ഈ ഗ്ലോബുലിൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ പാരാലിസിസ് ഓഫ് ലിംസ് ഉണ്ടാകും. അതെന്ന് വെച്ചാൽ കൈകാലുകളിൽ തളർന്നു പോകും. അതേപോലെ തന്നെ സിസേഷൻ റെസ്പിറേഷൻ, അങ്ങനെ റെസ്പിറേഷനൊക്കെ ഇല്ലാതാകും. അങ്ങനെ എന്ത് പറ്റും? ആൾ ഡെത്താകും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഓരോരോ സ്നേക്സിനുണ്ടാകുന്ന സിംറ്റംസും ബോഡിയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പാമ്പ് കടിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണത്. പാമ്പ് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിന് അയ്യോ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കരുത്. പേടിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പേഷ്യൻറ്റിനെ മാക്സിമം റിലാക്സ് ചെയ്യിപ്പിക്കുക. പേടിക്കേണ്ട, ഒരു കുഴപ്പമൊന്നുമില്ല, അത് വിഷമുള്ള പാമ്പൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേടിക്കുമ്പോൾ എന്ത് പറ്റും? ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനെ സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് വിഷം ഉള്ളിലേക്ക് പെട്ടെന്ന് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിനെ ഒത്തിരി പേടിപ്പിക്കുകയും ചെയ്യരുത്. നമ്മുടെ കേരളത്തിലധികവും വിഷപ്പാമ്പൊന്നും അല്ല ഉള്ളത്. കേരളത്തിലധികവും വിഷമില്ലാത്ത പാമ്പാണ് ഉള്ളത്. എന്ന് പറഞ്ഞിട്ട് എല്ലാ പാമ്പും വിഷമില്ലാത്തതെന്നല്ല. അതേപോലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഏത് പാമ്പാണ് കടിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാമ്പാണ് കടിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? കടിച്ച ഭാഗം നമ്മൾ അനക്കുകയും ചെയ്യരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുക, പേടിപ്പിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടിച്ച ഭാഗം അനക്കുകയും ചെയ്യരുത്. അപ്പോൾ അനക്കാത്ത വിധം ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു കമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടല്, പതുക്കെ ഇങ്ങനെ കുറച്ച് ഒരു വിരൽ കയറുന്ന പോലെ അത് കുറച്ച് ലൂസാക്കി, എന്നാൽ ഒത്തിരി ലൂസും ആകാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ കെട്ടിയിട്ട്
എന്താണ് പേഷ്യൻറ്റിനെ അനക്കാതെ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കടിച്ച ഏത് ഭാഗമാണോ, ഇപ്പോൾ കൈ ആണെങ്കിലും കാലാണെങ്കിലും ഏത് ഭാഗമാണോ അവിടെ പേഷ്യൻറ്റിനെ അനക്കാതെ ഇങ്ങനെ കെട്ടി കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. അപ്പോൾ കടിച്ച ഭാഗം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കടിച്ച ഭാഗം വാഷ് ചെയ്യണം. എന്തെങ്കിലും വാട്ടറോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനോ വെച്ചിട്ട് വാഷ് ചെയ്യാണ് ചെയ്യേണ്ടത്. ടൈറ്റായിട്ട് കെട്ടിയാൽ എന്ത് പറ്റും? രക്തഓട്ടം കുറയും അല്ലേ? രക്തഓട്ടം കുറഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് പേഷ്യൻറ്റിന് ഇപ്പം അങ്ങനെ ഇപ്പോൾ രക്തഓട്ടമൊക്കെ കുറയുവാണെങ്കിൽ ചിലപ്പോൾ രക്തഓട്ടം കുറഞ്ഞിട്ട് നമ്മുടെ കൈ വരെ മുറിച്ചൊക്കെ കളയേണ്ടി വരും. ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരുന്നല്ല, ചിലപ്പം അങ്ങനെ രക്തഓട്ടം കുറഞ്ഞ് നമുക്കറിയാം. നമ്മൾ രക്തഓട്ടം കുറഞ്ഞ് നമ്മൾ അത്രയും വിഷം അത്രയും വിഷത്തേക്ക് രക്തം ഇല്ലാതെ നമുക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് കെട്ടല്ലേ, ടൈറ്റായിട്ട് കെട്ടാതെ ലൂസായിട്ട്, ഒത്തിരി ലൂസാകാൻ പാടില്ല, എന്നാൽ ഒരു വിരൽ കയറുന്ന രീതിയിൽ കെട്ടുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ആൻറ്റി വീനം ഉള്ള ഹോസ്പിറ്റലിൽ, ആൻറ്റി സ്നേക്ക് വീനമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്യേണ്ടത്, എത്തിക്കുകയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ചിലർ ചെയ്യാറുണ്ട്, ചിലവും ഇങ്ങനെ അതേപോലെ തന്നെ കുറേ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്നാണ് അവിടെ ടൈറ്റായിട്ട് കെട്ടരുത്. അതേപോലെ തന്നെ ഈ ചിലവർ പണ്ട് നമ്മൾ ഉടനെ പോയി വല്ല ഇങ്ങനെ വല്ല പച്ചമരുന്നൊക്കെ എടുത്ത് ഒഴിക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ വെച്ചാൽ മുറിവിൽ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ നമ്മൾ സിസേഷൻ ഇങ്ങനെ മുറിക്കാനൊന്നും പാടില്ല. അതേപോലെ ചിലവർ കടിച്ച ഭാഗത്ത് നമ്മൾ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ നോക്കും ബ്ലഡൊക്കെ, അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ പേടിപ്പിക്കാതെ, പേഷ്യൻറ്റിനെ ആ കടിച്ച ഭാഗം അനക്കാതെ പേഷ്യൻറ്റിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. അപ്പം ഇപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.